നേരിയ ഒരു സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും അന്തരീക്ഷമാണ് സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും തടവറയുടെ ഇരുട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ജാമ്യം കിട്ടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 9 ദിവസം ഈ കന്യാസ്ത്രീ സഹോദരിമാർ ജയിലഴിക്കുള്ളിൽ കഴിയേണ്ടി വന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ കൂടെ പിന്തുണയോടും സഹകരണത്തോടും കൂടി മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും വളരെ സജീവമായി ഇടപെടുകയും പോരാടുകയും ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇവർ ഒരുപക്ഷെ ഇപ്പോഴും തടവറയിൽ തന്നെ കഴിയുമായിരുന്നു. സാധാരണ അരമനകളിലും സെമിനാരികളിലുമൊക്കെ ആയിട്ട് ഒതുങ്ങിക്കഴിഞ്ഞ് പോന്നിരുന്ന വൈദികരും കന്യാസ്ത്രീമാരുമൊക്കെ മുദ്രാവാക്യം വിളിച്ച് തെരുവീഥികളിലേക്ക് ഇറങ്ങി LDFും UDFും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളുമൊക്കെ ഉയർത്തുന്നത് പോലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. ആദ്യമായി യാതൊരു ന്യായീകരണവുമില്ലാത്ത FIR ക്വാഷ് ചെയ്യുകയും ഈ കന്യാസ്ത്രീമാരുടെ മേൽ ചുമത്തിയ കള്ളക്കേസുകൾ പിൻവലിക്കുകയും വേണം. 2, ഛത്തീസ്ഗഡിലെ BJP ഗവൺമെൻറ് ജനങ്ങളോട് അവർ തടവിലടച്ച കന്യാസ്ത്രീമാരോട് മാപ്പ് പറയണം, തങ്ങളാണ് കുറ്റം ചെയ്തത് എന്നവർ ഏറ്റുപറയണം. സഞ്ചരിക്കാനുള്ള ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് ട്രെയിനിൽ നിന്ന് ഇവരെ ഒരു TTR ബജ്രംഗ് ദൾകാർക്ക് കൊടുത്ത സന്ദേശമനുസരിച്ച് അവർ വന്നുകൂടി ഉണ്ടാക്കിയ ആക്രമണങ്ങളുടെയും ആൾക്കൂട്ട വിചാരണയുടെയും അടിസ്ഥാനത്തിൽ ഇവരെ കള്ളക്കേസിൽപ്പെടുത്തി ജാമ്യം കിട്ടാത്ത വകുപ്പുകളിൽപ്പെടുത്തി ജയിലടച്ചതിന് ഇവർ മാപ്പ് പറയണം. ഈ കേസുകൾ പിൻവലിക്കുന്നതിന് പുറമെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ നിഷേധിച്ചു ഒരു ഗവൺമെൻറ്. നിയമം നടപ്പാക്കേണ്ട ഗവൺമെൻറ് നിയമം ലംഘിക്കുകയാണ്. തൊഴിലെടുക്കാനുള്ള അവകാശമുണ്ട്. ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഈ കന്യാസ്ത്രീമാരുടെ ഒപ്പം യാത്ര ചെയ്തത്. പിന്നെ ഇന്ത്യൻ ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. ഒരു നിലപാടിൽ നിന്ന് മറ്റൊരു നിലപാടിലേക്ക് മാറാനുള്ള അവകാശമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറാൻ അവകാശമുണ്ടല്ലോ. 100-ലധികം കോൺഗ്രസിൻ്റെ MPമാരെയും MLAമാരെയും കാലുമാറ്റിയിട്ടാണല്ലോ നരേന്ദ്രമോദി തൻ്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ എത്ര സംസ്ഥാന മുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാരും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിമാരും മുമ്പ് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നവർ ആണ്. അപ്പം രാഷ്ട്രീയ പാർട്ടികൾ മാറാൻ അവകാശമുള്ളത് തന്നെ മതവിശ്വാസം മാറാനും അവകാശമുണ്ട്. എന്നെപ്പോലെ മതനിർമുക്തമായ ജീവിതം നയിക്കാനും അവകാശമുണ്ട്. ഞാൻ എല്ലാ മതങ്ങളുടെയും നല്ല മൂല്യങ്ങളെ ആദരിക്കുന്നയാളാണ്. പക്ഷെ ഒരു മതത്തിൻ്റെയും ആചാരം പിന്തുടരുന്നയാളല്ല. എനിക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഇതുപോലെ ആരെല്ലാം ഞാൻ മതത്തിൽ നിന്നും ജാതിയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാണ് നമ്മുടെ നാട്, അല്ലേ? അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് നടത്തിയത്. ഇതുപോലുള്ള ആൾക്കൂട്ട വിചാരണ മുമ്പ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണകാലത്തും ഉണ്ടായിരുന്നു. ഇത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല, ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ട്, നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ കഴിയില്ല.